തിരികെ വാർത്തയിലേക്ക്. ദുരന്തബാധിതരെ ദുരിതത്തിലാക്കി പിണറായി സർക്കാർ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായുള്ള സഹായധനമാണ് സംസ്ഥാന സർക്കാർ നിർത്തലാക്കിയത്. മാസം തോറും നൽകുന്ന 9,000 രൂപയാണ് നിർത്തലാക്കിയത്. വിശദാംശങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, ഇപ്പോഴും അവർ ആഘാതത്തിൽ നിന്നും മുക്തരായിട്ടില്ല. ഇപ്പോഴും അവർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഉള്ള സഹായധനം പോലും നിർത്തലാക്കി അവരെ കൂടുതൽ സങ്കടക്കടലിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനം സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്, അല്ലേ? സുരേഷ്, അത്തരത്തിൽ തന്നെയാണ്. ഈ 9,000 രൂപ വലിയ ആശ്വാസകരമായിരുന്നു. ജനങ്ങൾക്ക് പലതവണ അത് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഉയരുകയും തുടർന്ന് പിന്നീട് ഈ തുക വീണ്ടും പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ തുക നിർത്തലാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിർത്തലാക്കിയതോടെ ഇവർ വലിയ രീതിയിൽ ആശങ്കയിലായിരിക്കുകയാണ് ഈ ദുരന്തബാധിതർ. നമുക്കറിയാം, ഈ പല ദുരന്തബാധിതരും പല സ്ഥലങ്ങളിലാണുള്ളത്. ഒരേ സ്ഥലത്തല്ല താമസിക്കുന്നത്. ജില്ലയിലെ പലയിടങ്ങളിലായാണ് ഇവർ വാടക വീടുകളിൽ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായി ഈ ഓരോ ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ കൃത്യമായി പണം ആവശ്യമാണ്. ഈ 9,000 രൂപ അവർക്ക് അത്രയും അത്യാവശ്യമായിരുന്നു. അതാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിർത്തലാക്കിയിരിക്കുന്ന. അവിടെയൊക്കെ തൊഴിലാളികളൊക്കെ ഉണ്ട്. അതായത് അച്ചാർ വിൽക്കുന്നവരുണ്ട്. അത്തരത്തിൽ നിരവധി തൊഴിലാളികളുണ്ട്. ഇവർക്കൊക്കെ ആകെ ലഭിക്കുന്നത് ഒരു ദിവസം വെറും 1,000 രൂപയുടെ ഒക്കെ ഒരു കച്ചവടമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അവർക്ക് ഒരു മാസത്തേക്ക് മറ്റ് ചെലവുകൾ, വീട്ടു ചെലവുകളും മറ്റുള്ള വാടക ഇനത്തുള്ള ബാക്കിയുള്ള ചെലവുകളൊക്കെ നടത്തണമെങ്കിൽ ഈ 9,000 രൂപ കിട്ടിയേ തീരൂ. പക്ഷേ ആ 9,000 രൂപ ഇപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. അർജുൻ, ഈ 9,000 രൂപ ഇവർക്ക് നൽകാതിരിക്കാൻ, ഇത് നിർത്തലാക്കാൻ എന്ത് ന്യായീകരണം, എന്ത് വിശദീകരണമാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്? സുരേഷ്, നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞിരുന്നു ഈ 9,000 രൂപ ഒരുപാട് കാലം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ മറ്റൊരു കാര്യം എന്നുള്ളത് പറയുന്നത് ഇതുവരെയും ടൗൺഷിപ്പ് പദ്ധതി പോലും പൂർത്തിയായിട്ടില്ല. മാത്രമല്ല, ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വരുമാന മാർഗമോ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ആ ഒരു സമയത്ത് ഈ 9,000 നിർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാകും ഈ പ്രദേശവാസികൾക്ക് ഉണ്ടാവുക. മാത്രമല്ല, ഇവരൊക്കെ പല സ്ഥലത്തുള്ളവരാണ്. ജില്ലയിലെ പല സ്ഥലങ്ങളിലാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പുതിയൊരു സ്ഥലത്ത് ചെന്ന് അവിടെ ഒന്ന് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്ഥലത്തെ ഒന്ന് മനസ്സിലാക്കി അവിടെ ജോലിയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ വിഷമകരമാണ്. അത്തരത്തിൽ ജോലിയൊന്നുമില്ലാതെ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട്. ആയിരക്കണക്കിന് പേരാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള 9,000 രൂപ നിർത്തുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള കഷ്ടത്തിലാകുന്നത് ആയിരക്കണക്കിന് പേരാണ്. ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിലാണ് ഇവർ താമസിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യം. മാത്രമല്ല, ഈ ഒരു ചൂരൽമല പ്രദേശത്ത് ഇപ്പോൾ അധികം ആളുകളൊന്നും വരുന്നില്ല. കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. ഈ വാഹന സർവീസുകൾ ചെയ്യുന്ന, ടാക്സി സർവീസുകൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ തുച്ഛമായ വരുമാനമാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. മാത്രമല്ല, ഇവിടെ നിന്നും തൊട്ടപ്പുറത്തെ മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ ചെന്ന് ഈ തേയില തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇതുണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. വരും മണിക്കൂറുകളിൽ നമുക്ക് അവരുടെ പ്രതികരണം കിട്ടുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. സുരേഷ്, ദുരിതബാധിതരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഇടതുപക്ഷ സർക്കാർ. അർജുൻ PS ആണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.